അശുദ്ധിയാണ് രോഗം, ശുദ്ധീകരണ പ്രക്രിയയാണ് ചികിത്സ. പഞ്ചകർമ്മ ചികിത്സയുടെ അടിസ്ഥാനവും ഇതുതന്നെയാണ്. ശരീരത്തിൻ്റെ നൈസർഗികമായ ശുദ്ധീകരണ പ്രക്രിയയെ വേണ്ടും വിധം ഉപയോഗപ്പെടുത്തി അശുദ്ധിയെ ഇല്ലാതാക്കുന്നതാണ് പഞ്ചകർമ്മ ചികിത്സയുടെ ലക്ഷ്യം. പഞ്ചകർമ്മമത ശോധന ചികിത്സ 5ആയിട്ടാണ് ഉള്ളത്. വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോഷണം. ഇതിനകത്ത് വസ്തിയെക്കുറിച്ചാണ് പറയാനുള്ളത്. ഗുദമാർഗേന കൊടുക്കുന്ന മരുന്നുകളെയാണ് വസ്തി ചികിത്സയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും 2ആയിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. തൈലങ്ങൾ കൊടുത്തും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള കഷായങ്ങൾ കൊടുക്കുന്ന കഷായവസ്തി അല്ലെ നിരൂഹവസ്തി എന്ന് പറയുന്നത്. വസ്തി ചികിത്സയെ അർദ്ധ ചികിത്സ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ വസ്തി കർമ്മം എടുത്തു കഴിഞ്ഞാൽ ആ അസുഖത്തിന് വേണ്ടുന്ന പകുതി ചികിത്സയോളം ചെയ്തു എന്നാണ് വസ്തി കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രത്തോളം ഫലവത്താണ് നമ്മളുടെ വസ്തി കർമ്മം. മറ്റ് രോഗങ്ങളുടെ കടന്നുകയറ്റവും എല്ലാം നമുക്ക് ഈ വസ്തി കർമ്മ ചികിത്സ കൊണ്ട് തടയാൻ പറ്റും. ഒരു രോഗിക്ക് എങ്ങനെയാണോ അസുഖം കൊണ്ടുണ്ടാകുന്ന പീഡനകളിൽ നിന്ന് മോചനം ഒരു വസ്തികർമ്മം കൊണ്ടുണ്ടാകുന്ന, അതുപോലെ തന്നെ ഒരു സ്വസ്ഥന് വന്നു ഭവിക്കാകുന്ന പല വിധത്തിലുള്ള വ്യാധികൾ നമുക്ക് കർക്കിടക ചികിത്സ പോലത്തെ ചികിത്സയിൽ ഉൾപ്പെടുത്തി വസ്തികർമ്മം ചെയ്യാവുന്നതാണ്. ആരോഗ്യമാണ് ജീവിതം. ആരോഗ്യത്തിന് ആയുർവേദം.